മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കണ്ണൂരില് ഒരു അച്ഛൻ +1 പഠിക്കുന്ന ഒരു കുട്ടിയെ ഗർഭിണിയാക്കിയതും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലോ അക്കാഡമിയുടെ ലക്ഷ്മി നായരൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഭാവനയായി. അത് കഴിഞ്ഞ് മാംഗ്ലൂരിലുള്ള ശ്രീ പിണറായി വിജയന്റെ യാത്രയായി. അത് ചീറ്റിപ്പോയി. ഇപ്പോൾ ഏതായാലും പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആണ് ഇന്നലെ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നത്. ഞാൻ വെറുതെ കുറേ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇന്നലത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ബിഷപ്പും കർദിനാളും ദയനീയമായിട്ട് മാപ്പ് പറയുന്ന വാർത്ത വായിച്ചു. ഈ ബിഷപ്പുമാരോടും കർദിനാളിനോടും എന്നെപ്പോലെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ എന്നെപ്പോലെ ഉള്ളവർക്കോ ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. ഈ പള്ളിയിൽ ഈ കുട്ടി ഗർഭിണിയായത് പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ദൈവം കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കിയപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ജോസഫ് പറഞ്ഞു, ഞാനല്ല ഇതിൻ്റെ ഉത്തരവാദി എന്ന്. സ്വന്തം ഭാര്യ വേറെ ഏതോ രീതിയിൽ ഗർഭം ധരിച്ചപ്പോൾ ഭർത്താവിന് ഭർത്താവ് സ്മരിച്ചു ഉറക്കെ പറഞ്ഞു, ഞാനല്ല ഇതിന് ഉത്തരവാദി എന്ന്. ആ കന്യാമറിയത്തിന്റെ അനുഭവം പോലെ അവിടെ ഒരു പക്ഷേ ദൈവപുത്രനാണ്, ഇവിടെയും ദൈവപുത്രനായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ +1 പഠിക്കുന്ന കുട്ടിയുടെ ശാരീരികമായ മാറ്റങ്ങൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും കന്യാസ്ത്രീകളും പള്ളിയിലുള്ളവരും ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കണ്ടിട്ടും മിണ്ടാതിരുന്നത് ദൈവദൂതന്റെ ദൈവപുത്രനായിരിക്കും ദൈവപുത്രി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണോ? അത് പള്ളി സ്കൂള്, പള്ളി അങ്കണം, പള്ളിയുടെ ആശുപത്രി, പള്ളിക്കാർ പ്രസവമെടുത്തു. അത് പ്രസവിച്ച് 10 ദിവസവും സൈലന്റ് ആയിട്ട് വെച്ചു. കന്യാസ്ത്രീകളിൽ 6 പേര് ഇടപെട്ട് കുട്ടിയെ വയനാട്ടിലേക്ക് അയച്ചു. ഇതെല്ലാം നടന്നപ്പോഴും പള്ളിക്കാർ പൂർണ്ണമായിട്ടും അറിയുന്ന ഒരവസ്ഥയായിരുന്നു. ഇത് ബിഷപ്പിന്റെ അടുത്തേക്കും കർദിനാളിന്റെ അടുത്തേക്കും ഈ ഇൻഫർമേഷൻ ഒന്നും വന്നില്ലേ? വെറുതെ ഒരു ചോദ്യമാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയോ ഉറക്ക വിളിച്ചു പറഞ്ഞ് പിന്നെ അട്ടഹസിച്ചുകൊണ്ട് വിമൂല എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി മുറിയിൽ ചെന്ന് കെട്ടിത്തൂങ്ങി മരിച്ചപ്പോൾ ഇതൊന്നും 127 കോടി ജനതയെ ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച് ഇവിടുത്തെ ബുദ്ധിജീവികളും ഇവിടുത്തെ യുക്തിവാദികളും ഇവിടുത്തെ ഇടതുപക്ഷക്കാരും എല്ലാം ആക്രോശിക്കുകയുണ്ടായി. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥി വാതിലടച്ചിട്ട് ആത്മഹത്യ ചെയ്തതിന്റെ മൊത്തം ഉത്തരവാദിത്വം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ സ്വന്തം പള്ളിയില് സ്വന്തം ഒപ്പിട്ട അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന പള്ളിയിലച്ഛൻ 120 പെൺകുട്ടികളെ ഇവിടെ നിന്ന് കാനഡയിലേക്കും യൂറോപ്പിലും കൊണ്ടതായിട്ട് മറുനാടൻ മലയാളി എന്ന ഇലക്ട്രോണിക് മീഡിയത്തില്, ഈ മീഡിയയില്, പ്രിന്റ് മീഡിയയില് ഞാൻ ഇന്റർനെറ്റിലൂടെ കാണുകയുണ്ടായി. ഇത്രയും കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോവുകയും ഒരാൺകുട്ടിയെ പോലും കൊണ്ടാകാതിരിക്കുകയും പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുകയും പെൺകുട്ടികളെ മാത്രം മുറിയിൽ വിളിച്ച് സുവിശേഷ പ്രസംഗം നടത്തുകയും അല്ലെങ്കിൽ കുർബാന നടത്തുകയോ വേറെ എന്തെങ്കിലും നടത്തുകയോ ചെയ്യുകയും ഇതെല്ലാം നിരന്തരം നടക്കുകയും പെൺകുട്ടികൾക്ക് മാത്രം ട്യൂഷൻ എടുക്കുകയും അവരെ മാത്രം അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പലതും ചെയ്യുകയും ചെയ്ത ഈ ഒരു കാഴ്ച ഈ പള്ളിയിലെ അച്ഛൻ ചെയ്യുമ്പോൾ അവിടെ കന്യാസ്ത്രീകൾ ആരും ഇല്ലായിരുന്നോ? ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇതിൽ ശ്രദ്ധയില്ലായിരുന്നോ? അല്ലെങ്കിൽ ഈ പെൺകുട്ടികള് ഈ അച്ഛന്റെ പെരുമാറ്റം സഹപ്രവർത്തകരോട് പറഞ്ഞില്ല എന്നുണ്ടോ? അല്ല, ഇതെല്ലാം ഭയങ്കരമായിട്ട് നടന്നാലും ശരി ക്രൈസ്തവ വോട്ട് ബാങ്കും ബിഷപ്പിന്റെയും കർദിനാളിന്റെയും മസിൽ പവറും ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും ഉപയോഗിച്ച് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ധാരണയുണ്ടായിരുന്നോ?
അഭയ കേസിലെ പോക്ക് നമുക്കറിയാവുന്നതാണ്. ശരിക്ക് ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, പോട്ട ധ്യാന കേന്ദ്രത്തിൽ ഇത്രയും മരണം നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് എൻക്വയറി നടത്തുന്നില്ല എന്ന്. ഞാൻ അതിന് മറുപടി കൊടുത്തില്ല. ആരാധ്യനായ ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് മുഖ്യമന്ത്രി ആയിരുന്നില്ല. അദ്ദേഹം പോട്ട ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് അവിടെ ചെയ്യുന്നത് 100% പെർഫെക്റ്റ് ആണെന്ന് ഡിക്ലറേഷൻ കൊടുത്തു. മദനിയുടെ മകളുടെ കല്യാണത്തിന് മദനിയോടൊപ്പം ഇരുന്ന ഫോട്ടോ എടുത്ത ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് ഇന്നും ജയിലിൽ കിടക്കുന്ന മദനിയുടെ അടുത്ത് എന്നിട്ട് വളരെ ഗംഭീരമായിട്ടൊരു മുത്തച്ഛൻ അനുഗ്രഹിക്കുന്ന പോലെ അനുഗ്രഹിച്ചു വന്നു. അതുപോലെ പോട്ട ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് ആരാധ്യനായ ഇന്നത്തെ മുഖ്യമന്ത്രി ചെന്ന് അവിടെ ചെന്ന് നിങ്ങൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. ആ പോട്ട ധ്യാന കേന്ദ്രത്തിലെ ഒരു ഇഷ്ടിക അനക്കാൻ പറ്റില്ല എന്ന് ജനതയ്ക്കറിയാം. കാരണം KM മാണിയുടെ സപ്പോർട്ട്. പാതി രാത്രിക്ക് നാഷണൽ ഹൈവേ വെട്ടിപ്പൊളർന്ന് അവിടേക്ക് കുടിവെള്ളം എത്തിച്ചപ്പോൾ ഒരു നിയമവും നോക്കാതെ അതിനനുമതി കൊടുത്ത ശ്രീ KM മാണിയുടെ ചങ്കൂറ്റത്തോടു കൂടി ക്രൈസ്തവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രവൃത്തി നടക്കുന്നിടത്തോളം പോട്ട ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്നത് പുറത്തു വരില്ല. അവിടേക്ക് പോലീസിനെ കയറ്റാൻ അനുവദിക്കുകയുമില്ല. അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഒരു കാരണവശാലും പോട്ട ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന പുറത്തു വരില്ല. അഭയ കേസിന്റെ കാര്യത്തിലും കുറേയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു 9ാം ക്ലാസ്സിലെ പെൺകുട്ടിയെ പിഴപ്പിച്ച് 2 ജീവപര്യന്തം കിട്ടിയ അച്ഛന്റെ വാർത്തയെ ഇപ്പൊ പുറത്തില്ല. ഇതൊരു ഹിന്ദു സന്യാസിക്കോ ഹിന്ദു സന്യാസിനിക്കോ ആണ് സംഭവിച്ചതെങ്കിലും നെയ്യാറ്റിൻകരയിൽ നടന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പുറത്തേക്ക് വന്നിട്ടേ ഇല്ല. അന്വേഷണം പോലും അതിനകത്തില്ല. ഒരു ലുക്കൌട്ട് നോട്ടീസ് ആദ്യമായിട്ട് കേരളത്തിൽ കൊടുക്കുന്നത് ഒരു പള്ളിയിലച്ഛനെതിരെയാണ്. ഇന്നലത്തെ മാതൃഭൂമിയിൽ തന്നെ ഈ കുട്ടിയുടെ 11ാം ക്ലാസ്സിലെ കുട്ടിയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന 6 കന്യാസ്ത്രീകളെ കാണുന്നില്ല എന്ന വാർത്ത മാതൃഭൂമിയുടെ ഉള്ളിലത്തെ പേജിലുണ്ട്. TV-യിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ വൈകുന്നേരം കണ്ടതാണ്. ഈ കന്യാസ്ത്രീകളെ ആരാ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? എവിടെയായിരിക്കും അവരെ സൂക്ഷിച്ചു വെച്ചിരിക്കുക? അതിന്റെ പുറകിൽ ആരായിരിക്കും? ഇതെല്ലാം ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നു. ഇന്നലത്തെ പേപ്പറിൽ തന്നെ ഒരു പാസ്റ്റർ ലൈംഗികമായിട്ട് പീഡിപ്പിച്ച ചരിത്രം, കഥയല്ല, മാതൃഭൂമിയിലുണ്ട്. ഇതെല്ലാം നടക്കുമ്പോൾ എനിക്ക് ക്രിസ്ത്യാനികളോട് പറയാനുള്ളത്, ഹിന്ദു ധർമ്മത്തിൽ ഉണ്ടായിരുന്ന നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും അനുവാദം നൽകിയിരുന്ന ഹിന്ദു ധർമ്മത്തിലുള്ളവരെ എന്തിനീ പാശ്ചാത്യ ധർമ്മം ഇവിടെ കൊണ്ടുവന്ന് ക്രിസ്ത്യാനിറ്റി മാറ്റി ചർച്ച്യാനിറ്റി പ്രതിഷ്ഠിച്ച് ഈ അച്ഛന്മാരുടെ പലതരത്തിലുള്ള കേളികളും കന്യാസ്ത്രീകളുടെ സപ്പോർട്ടും പലതും കണ്ടും കേട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മക്കളെ? ഈ നാട്ടിൽ ഒരു ധർമ്മം ഉണ്ടായിരുന്നു. അത് 950 വർഷത്തെ അടിമത്വത്തിലും നശിക്കാത്ത ചൈതന്യവത്തായ ആ സംസ്കാരത്തിന്റെ അവകാശികളായ നിങ്ങളെ ഒരു രക്ഷകൻ വന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞ് പാപികളെ എന്ന് വിളിച്ച് പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ച് മറ്റൊരു മതത്തിലേക്ക് കൊണ്ടുപോയത് ഇപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചു വരണം. നിങ്ങളുടെ 3 കയറാണ് പള്ളിയിലച്ഛന്മാർ പിടിച്ചിരിക്കുന്നത്. ഒന്ന് ജനിച്ചാൽ മാമോദീസ മുക്കാനുള്ള കയറ്, വിവാഹത്തിന് ബിട്രോത്തലും അതുപോലെ തന്നെ താലികെട്ടനുമുള്ള കയറ്, മരിച്ചാൽ ഡെഡ് ബോഡി അടക്കാനുള്ള 3 കയറ് പള്ളിയിലേക്ക് വിരിച്ചു കെട്ടുമ്പോൾ ഇതൊന്നുമില്ലാതെ സ്വതന്ത്രമായിട്ട് ജീവിച്ച് ശാന്തി കവാടത്തിൽ ഇലക്ട്രിക് ക്രിമറ്റോറിയത്തിലോ അഗ്നിയിലോ ഉജ്ജ്വലമായിട്ടൊരു യാഗം പോലെ മരിക്കാനും ഈ വേദമന്ത്രങ്ങൾ ചൊല്ലി ക്ഷേത്രത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോ വിവാഹം കഴിക്കാനും ജനിച്ച് വീട്ടിൽ 28 കെട്ട് കെട്ടാനും എല്ലാം സ്വാതന്ത്ര്യം തരുന്ന ഈ ധർമ്മത്തിൽ നിന്ന് എന്തിനാ മക്കളെ നിങ്ങൾ മറ്റൊന്നിലേക്ക് പോയത്? മരിച്ച് ആ ശവപ്പെട്ടിയിൽ കുഴിച്ചിടുമ്പോൾ നിങ്ങളുടെ അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും മകനായാലും മകളായാലും നിങ്ങളായാലും എന്തിനീ പാശ്ചാത്യ സംസ്കാര പ്രകാരം മണ്ണിൽ കുഴിച്ചിട്ട് ഈ ശരീരം പുഴുവരിച്ച് അതിനെ എന്തിനാ അങ്ങനെ നികൃഷ്ടമായിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് പള്ളി മതത്തിലൂടെ എത്തിക്കുന്നത്? ഈ ധർമ്മത്തിലേക്ക് തിരിച്ചു വന്നൂടെ? നിങ്ങൾ ഈ ധർമ്മത്തിന്റെ രക്തത്തിൽപ്പെട്ടവരല്ലേ? ഒന്നുകൂടി അവസാനമായിട്ട് പറയാം. എന്തുകൊണ്ട് ബിഷപ്പും കർദിനാളും മാപ്പ് പറഞ്ഞു എന്നറിയോ നിങ്ങൾക്ക്?
അവരുടെ നല്ല മനസ്സോ നന്മ നിറഞ്ഞ ചിന്താധാരയോ അല്ലെങ്കിൽ കുറ്റബോധമോ പ്രായശ്ചിത്തമോ അല്ല, സോഷ്യൽ മീഡിയ കത്തിക്കാളുന്ന വിധത്തിൽ ഇവർക്കെതിരെ പറഞ്ഞു. അതേപോലെ TV മാധ്യമങ്ങളും പത്രങ്ങളും മാതൃഭൂമി ഉൾപ്പെടെ ഫ്രണ്ട് പേജിൽ പച്ചയ്ക്ക് ഓരോ കാര്യവും കൊടുത്തപ്പോ നിന്ന് പൊറുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ബിഷപ്പും കർദിനാളും ഇത് പറഞ്ഞതെന്ന് മറക്കരുത്. അല്ലെങ്കിൽ അഭയ കേസിൽ മിണ്ടാതിരുന്നവരും മറ്റോരോ പള്ളിയിലച്ചന്മാരുടെയും പേരിൽ നടക്കുന്നതിലും മിണ്ടാതിരിക്കുന്നവരും ഇവിടെ കാണിച്ചു കൂട്ടുന്ന ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും മതപരിവർത്തനം നടത്തുന്നത് കാണണമെങ്കിൽ നിങ്ങളൊന്ന് നാഗർകോവിൽ വരെ പോയാൽ മതി. കന്യാകുമാരി ജില്ലയിൽ പോയാൽ കാണാം, കിലോമീറ്ററുകളോളം ഒരൊറ്റ ഹിന്ദുവിന്റെ വീടില്ല. 50,000 60,000 കൊടുത്ത് അവരൊക്കെ മതം മാറ്റി ശരിക്ക് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഹിന്ദുവിനെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ക്രിസ്ത്യാനിയാക്കി മാറ്റാൻ ഇടയ്ക്ക് കുറച്ച് നോട്ട് കൊടുത്ത് പിന്നെ പള്ളിയിൽ കൊണ്ടുവന്ന് മറ്റൊരു ദൈവത്തെ നീ ആരാധിച്ചാല് നീ എന്നും നരകത്തിൽ തന്നെ കഴിയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പാപിയാണ് നീ പാപിയാണെന്ന് പറഞ്ഞ് ആണിയടിച്ച് മനസ്സിലേക്ക് കയറ്റി ആ പാപത്തിൽ നിന്ന് മോചനം നേടാനാണ് 2000 കൊല്ലം മുമ്പ് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയത്. അതിനോടുള്ള നന്ദി നീ മാറ്റിയാൽ നീ നിത്യ നരകത്തിൽ പോകുമെന്ന് ഈ പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ചപ്പോൾ ആ പറ്റിക്കലെല്ലാം ജനത തിരിച്ചറിയില്ലേ? സോഷ്യൽ മീഡിയയിലൂടെ അറിയില്ലേ? പണ്ടതിന് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് ഈ കർദിനാളിനും ബിഷപ്പിനുമൊക്കെ മുതല കണ്ണീരൊഴുക്കി പ്രായശ്ചിത്തത്തിന്റെ മാപ്പ് പറയേണ്ടി വന്നത് അവരുടെ നന്മ നിറഞ്ഞ ഹൃദയം കൊണ്ടല്ല, മറിച്ച് മാധ്യമങ്ങൾ അടിച്ച് കലക്കി സത്യം പുറത്തേക്ക് കൊണ്ടുവരുന്നത് പണ്ട് ഹിന്ദുക്കൾക്കെതിരെ മാത്രമായിരുന്നു, ഇപ്പൊ ക്രിസ്ത്യാനികൾക്കെതിരെയും ചെയ്തതിന്റെ പരിണതഫലം. മാധ്യമങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ അത് ചെയ്യും സോഷ്യൽ മീഡിയയിലൂടെ എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് കൂടി അറിയട്ടെ. ഓരോ ക്രിസ്ത്യാനിയോടും എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ തിരിച്ചു വരിക. ഈ നാടിന്റെ ധർമ്മം നിങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും. അമ്പലത്തിലേക്ക് കയറാൻ പെർമിഷൻ ഇല്ലാത്ത 4 5 ദേവസ്വം ബോർഡ് അമ്പലങ്ങളേ ഉള്ളൂ. ബാക്കി മുഴുവൻ അമ്പലത്തിൽ നിങ്ങൾക്ക് കയറാം. നിങ്ങൾ വേണമെങ്കിൽ കയറുക, വേണമെങ്കിൽ പ്രാർത്ഥിക്കുക, വേണമെങ്കിൽ ശബരിമലയിലേക്ക് പോവുക. ഈ വേണമെങ്കിൽ എന്ന സ്വാതന്ത്ര്യം നൽകുന്ന ലോകത്തിലെ ഒരേ ഒരു ധർമ്മത്തിലേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് തിരിച്ചു വരാൻ സാധിക്കട്ടെ. ഇത് ഗോപാലകൃഷ്ണന്റെ അഭ്യർത്ഥനയല്ല, ഇതാണ് സത്യം എന്നറിയിക്കൽ മാത്രം. പ്രണാമം, നമസ്കാരം.